അപ്പോൾ Haylou എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ Haylou GT5 എന്ന് പറഞ്ഞ ട്രൂ വയർലെസ് ഇയർഫോൺസിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു റിവ്യൂ ഞാൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നില്ല. അപ്പോൾ Haylou എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാൽ ഈ ബ്രാൻഡിനെ കുറിച്ച് ഞാനും കേട്ടിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതായത് ഞങ്ങളിങ്ങനെ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ഇറക്കിയിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നിങ്ങളുടെ ചാനലൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെയിൽ. പൊതുവേ റിവ്യൂ ചെയ്യാനുള്ള മെയിലുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് പറയും ഈ സ്ക്രിപ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യണം, ഈ സ്ക്രിപ്റ്റിലുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാണ് റിവ്യൂവിലൊക്കെ സാധനങ്ങൾ വരാറ്. പക്ഷേ ഇവർ ഇൻട്രസ്റ്റിംഗ്ലി പറഞ്ഞത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ Haylou GT5ൻ്റെ പെട്ടി. അപ്പോൾ ഈ പെട്ടി കാണാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള കളർ സ്കീം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പെട്ടിയുടെ കവർ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു പെട്ടിയുണ്ട്. അപ്പോൾ ആ പെട്ടിയുടെ മുകളിലും Haylou എന്ന് എഴുതിയിട്ടുള്ള കാണാൻ പറ്റും. ഈ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പറിൻ്റെ ഉള്ളിൽ വേറൊരു പെട്ടി ഇരിപ്പുണ്ട്. അതിനകത്താണ് നമ്മുടെ ഇയർഫോൺസ് ഇരിക്കുന്നത്. തൽക്കാലത്തേക്ക് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ പെട്ടി കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണെങ്കിലും നമ്മൾ ഈ ഒരു അടിയിലത്തെ പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾക്കൊരു പേപ്പർ വർക്ക്, നമുക്ക് യൂസർ മാനുവലാണ് കിട്ടുന്നത്. അപ്പോൾ ചൈനീസ് വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിരുന്ന് വായിക്കാവുന്നതാണ്. വായിക്കാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റി വയ്ക്കുവാണ്. അതുപോലെ തന്നെ എൻ്റെ Redmi 8 എനിക്ക് പവർ ബാങ്കിൽ കുത്താനായിട്ടൊരു വയറിൻ്റെ ഒരു കുറവുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ആ ഒരു USB Type-C ഒരു ചെറിയ പവർ ബാങ്കിൽ കുത്തുന്ന ഒരു കേബിളും തന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെവിക്കും വലിയ ചെവിക്കും എല്ലാത്തരം ചെവിക്കും വെക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സും ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും തന്നെ നമുക്ക് പെട്ടിയുടെ അകത്ത് കിട്ടുന്നില്ല. അപ്പോൾ Haylou എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ചൈനീസ് ബ്രാൻഡാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ചാത്തൻ സാധനമായിരിക്കുന്നത്. പക്ഷേ Haylou എന്ന് പറഞ്ഞൊരു പ്രീമിയം ഇയർഫോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ ബിൽറ്റ് ആൻഡ് ഡിസൈനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പെട്ടി ഇതിനകത്താണല്ലോ ഇയർഫോൺസ് ഇരിക്കുന്നത്. ഈ പെട്ടി ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ വളരെ ഒരു പ്രീമിയം ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പെട്ടി ഇരിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് മാറ്റ് ബ്ലാക്ക് ഇഷ്ടമാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് എന്തായാലും മാറ്റ് ബ്ലാക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പെട്ടിയുടെ മുകളിൽ എൻഗ്രേവ് ചെയ്തിട്ട് ഇവർ Haylou എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് USB-C പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി താഴത്തെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എഴുതി വെക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റായിട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് നിങ്ങളിത് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺസിൻ്റെ പെട്ടി ചാർജ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇയർഫോൺസ് ആണ്. അപ്പോൾ പെട്ടി കാണാനായിട്ട് മുഴുവനും മാറ്റ് ബ്ലാക്ക് ആണ് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഈ ചാർജറിൻ്റെ മുകളിൽ എടുത്ത് വെക്കുമ്പോഴായിരിക്കും പെട്ടിയിൽ 3 LED ബൾബുകൾ കത്തുന്നത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ LED ബൾബ് കത്താത്ത സമയത്ത് ടോട്ടലി അവിടെ ബ്ലാക്ക് ആയിരിക്കും. അതുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് കത്തുന്ന സമയത്തിൽ എത്രയാണ് ചാർജ് എന്നും ഇത് ചാർജ് ആവുന്നുണ്ടോ എന്നും അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ കേസ് നമ്മൾ തുറക്കുവാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ക്ലിക്കാണ് തരുന്നത്. കൊള്ളാം, നല്ലൊരു ഹിഞ്ച് തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇയർ പോഡ്സ് അല്ലെങ്കിൽ ഇയർ ബഡ്സ് അല്ലെങ്കിൽ ഇയർഫോൺസ് എന്നൊക്കെ പറയും. എന്തായാലും എല്ലാം ഇതിനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പെട്ടി തുറക്കുമ്പോൾ ഇതിനകത്ത് സുഖസുന്ദരമായിട്ട് 2 പേരിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇയർബഡ്സ് ആണത്. അപ്പോൾ നമ്മൾ ഇയർബഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇയർബഡ്സും ഇതേപോലെ തന്നെ നമ്മുടെ കേസ് ഉള്ള പോലെ അതേ മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതേ ഫിനിഷിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇയർബഡ്സിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു കപ്പാസിറ്റീവ് ടച്ച് പോർഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു IR സെൻസറാണ്. അതായത് ചെവിയുടെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ളൊരു IR സെൻസറാണ്. പിന്നെ ചാർജ് കയറാനായിട്ടുള്ള കണക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഇയർ ടിപ്സുമാണ് ഇയർഫോൺസിലുള്ളത്. ഇനി ഈ ഇയർഫോൺസ് നിങ്ങൾ പാട്ട് കേൾക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 5 മണിക്കൂർ വരെ എൻ്റെ ബാറ്ററി നിൽക്കുന്നതാണ്. ഇനി നിങ്ങൾ വോയിസ് കോൾസോ അല്ലെങ്കിൽ മീറ്റിംഗ്സോ ഒക്കെ അറ്റൻഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 3.5 to 4 മണിക്കൂറോളം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ കേസിൽ വെച്ച് ഏകദേശം 24 മണിക്കൂർ വരെ ഓവറോൾ നിങ്ങൾക്കൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി ഇത് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഏകദേശം 2 മണിക്കൂറാണ് ഇയർബഡ്സ് അല്ലെങ്കിൽ ഇയർപോഡ്സ് ചാർജ് ആവാനായിട്ട് എടുക്കുന്നത്. അതേസമയം നമ്മൾ ഈ ഒരു ഇയർഫോൺസിൻ്റെ കേസ് ആണെങ്കിൽ വയർലെസ് ചാർജിങ്ങിൽ ഏകദേശം ഒരു 3.5 മണിക്കൂറും വയർ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 2.25 മണിക്കൂറും എടുക്കും ഫുള്ളായിട്ടൊന്ന് ചാർജ് ആവാം. ഈ സാധനം നമുക്ക് കാണാനായിട്ട് ഏകദേശം ഓലപ്പടകം പോലെ ഭയങ്കര ചെറുതാണെങ്കിലും ഇതിനകത്ത് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ബ്ലൂടൂത്ത് 5 വെർഷനാണ്. അപ്പോൾ ഇതിൽ അഡ്വാൻസ്ഡ് ഓഡിയോ കോഡക് അഥവാ AAC എന്ന് പറഞ്ഞൊരു കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ നോർമൽ ഇയർഫോൺസ് സപ്പോർട്ട് ചെയ്യുന്ന SBC അഥവാ സ്റ്റാൻഡേർഡ് ബേസിക് കോഡക്ക് ഇതും നമുക്ക് സപ്പോർട്ടിന് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് ജിമ്മിലൊക്കെ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ ഇട്ടുകൊണ്ട് പോകാം. മഴയത്തൊക്കെ നിങ്ങൾ നനയുവാണെങ്കിൽ നിങ്ങൾക്ക് പനി പിടിച്ചാലും ഇതിനൊന്നും പറ്റില്ല. കാരണം ഇതിൽ IPX4 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയപ്പോൾ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതേപോലെ ഞാൻ പറഞ്ഞു പുറകിലൊരു സെൻസർ ഉണ്ട് എന്ന്. അപ്പോൾ ഈ സെൻസർ നമ്മൾ ചെവിയിൽ വെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും പാട്ട്, ഊരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആവും.
ഇതിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലെഫ്റ്റിൽ ഊരിയാലും റൈറ്റിൽ ഊരിയാലും രണ്ടിലും പാട്ട് നിൽക്കും അല്ലെങ്കിൽ രണ്ടിലും പാട്ട് പ്ലേ ആവും എന്നുള്ളതാണ്. എന്നാൽ ലെഫ്റ്റിലുള്ളതോ റൈറ്റിലുള്ളതോ നിങ്ങൾ ഊരിയിട്ട് കേസിനകത്ത് വെക്കുവാണെങ്കിൽ ഒരെണ്ണത്തിലൂടെ മാത്രം പാട്ട് കേൾക്കണം എന്ന് നിങ്ങൾ പ്ലാൻ ഇടുവാണെങ്കിൽ ആ കാര്യം ഇതിൽ നടക്കും. എന്നാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസിൽ ഒരേ സമയത്ത് കണക്ട് ചെയ്യണം. ഇപ്പോൾ ലാപ്ടോപ്പും ഉണ്ട്, ഫോണും ഉണ്ട്, രണ്ടിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഓരോന്നിലും പെയർ ചെയ്തിടാവുന്നതാണ്. പൊതുവെ ആൾക്കാർ ചൈനീസ് ബ്രാൻഡുകളുടെ ഇയർഫോൺസ് അവോയ്ഡ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റിയോ ഡിസൈനോ എന്തൊക്കെ ഉണ്ടായാലും സൗണ്ട് ക്വാളിറ്റിയിൽ വളരെ മോശമായിരിക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് നമുക്ക് 7.2 മില്ലിമീറ്ററിൻ്റെ ഞാനൊന്ന് നോക്കിയപ്പോൾ പോളിമർ റെസിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡൈനാമിക് ഡ്രൈവറുള്ള ഇയർഫോൺസ് ആണ്. ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ജെനുവിനായിട്ട് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ബേസ് നമുക്ക് ഈ ബോട്ട് ഇയർഫോൺസ് ഒക്കെ കിട്ടുന്ന ഒരു ഓവർ പവറിംഗ് ആയിട്ടുള്ള ബേസ് അല്ല, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ബേസ്. അതേപോലെ തന്നെ മിഡ് ടോൺസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ബേസും അതേപോലെ തന്നെ ഹൈസും ഇത് രണ്ടും തന്നെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വോക്കലൊക്കെ കേൾക്കുവാണെങ്കിൽ സിനിമയൊക്കെ കാണുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ JBLൻ്റെ ഇയർഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഒരു സെയിം സൗണ്ട് സിഗ്നേച്ചറാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം പീക്ക് വോളിയം കുറവാണ്. അതായത് നിങ്ങൾ ഫുൾ വോളിയത്തിൽ ഇട്ടാൽ നമുക്ക് ആ ഒരു ഫുൾ വോളിയം നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വോളിയത്തിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു കുറവാണ്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇയർ ടിപ്സ് ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് ലൂസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയ എന്തോ ഒരു മിസ്സിങ് തോന്നും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇയർ ടിപ്സ് വെച്ചാൽ പ്രോപ്പറായിട്ട് കേൾക്കും. ഇനി ഈ കുഞ്ഞ് ഇയർബഡ്സിലുള്ള കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചിടത്തോളം എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പുറത്തുള്ള ആൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റി. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വോയിസ് റെക്കോർഡറിൽ എൻ്റെ മൈക്രോഫോൺ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് Haylou GT5 എന്ന് പറഞ്ഞ ഇയർഫോൺസിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം ഈ ക്വാളിറ്റി ആയിരിക്കും. ഇത് മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും ഇതിൽ നിന്ന് വരുന്ന റെക്കോർഡിങ്സ് ഉള്ളത്. അപ്പോൾ കോളിങ്ങിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മീറ്റിങ്ങിന് വേണ്ടി മാത്രം ഞാനിത് മേടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അധികം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണെങ്കിൽ ഓക്കെ മേടിച്ചോളൂ, നോ ഇഷ്യൂസ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ള സ്ഥലത്താണെങ്കിൽ ആ ഒരു നോയ്സ് ക്യാൻസൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നോയ്സും കൂടെ കയറി വരും. സോ നിങ്ങളുടെ യൂസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. ഇനി ലേറ്റൻസിയുടെ കാര്യം, നോർമലി നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ലേറ്റൻസിക്ക് യാതൊരു പ്രശ്നവുമില്ല, പ്രോപ്പറായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗെയിമിംഗ് മോഡ് ഉണ്ട്, അത് ഓണായി കഴിഞ്ഞാൽ 65 മില്ലി സെക്കൻഡ്സ് വരെ നമുക്ക് ലേറ്റൻസി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിനകത്ത് ടച്ച് കൺട്രോൾ ആണ് എന്ന് പറഞ്ഞു, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഗെയിമിംഗ് മോഡ് ഉണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഓണാക്കും എന്നുള്ള കാര്യം അറിയാനായിട്ട് യൂസർ മാനുവൽ വായിക്കാൻ പറ്റില്ല, കാരണം അത് ചൈനീസിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അതായത് ഇതിൽ നമുക്ക് ടച്ച് കൺട്രോൾസ് ലെഫ്റ്റിലും റൈറ്റിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോ ആക്ഷൻസ്. കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് പ്ലേയും പോസും നമുക്ക് ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ ഒരു പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നതാണ്. ഇനി അടുത്ത ട്രാക്കിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് ഇയർബഡ്സ് നിങ്ങൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. മുന്നത്തെ ട്രാക്കാണ് പോകേണ്ടതെങ്കിൽ ലെഫ്റ്റ് ഇയർബഡ്സ് നിങ്ങൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് ഇയർബഡ്സിനെ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി ഓൺ ആവുന്നതായിരിക്കും. അതേസമയം നമ്മൾ റൈറ്റ് ഇയർബഡ്സ് ആണ് 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്താണ് ഗെയിമിംഗ് മോഡ് ഓൺ ആവുന്നത്. അപ്പോൾ ഗെയിമിംഗ് മോഡ് ഓൺ ആകുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഈ സംഭവം ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഞാനിത് ചെവിയിൽ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും പലപ്പോഴും എനിക്ക് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെവിയിൽ വെക്കുവാണെങ്കിൽ ഏകദേശം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ ഉള്ളൊരു ഫീൽ. കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലാണ്. നിങ്ങളിപ്പോൾ ജോഗിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ഊരി വീഴത്തില്ല. കറക്റ്റായിട്ടുള്ള ഇയർ ടിപ്സാണ് വെക്കുന്നതെങ്കിൽ ഊരി വീഴില്ല എന്നുള്ളതാണ്. കുറച്ച് ലൂസായിട്ടുള്ള ഇയർ ടിപ്സ് വെച്ചാൽ ഊരി വീഴും. പിന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കാരണം നല്ല രീതിയിൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. എനിക്കുള്ള ഒരേ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടച്ച് ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ ഞാനിത് ചെവിയിൽ വെച്ചപ്പോൾ ഫോണായിട്ട് കണക്റ്റ് ആയി, ചെവിയിൽ നിന്ന് ഊരിയ സമയത്ത് ഡിസ്കണക്റ്റ് ആയെങ്കിലും അറിയാതെ ഒന്ന് തൊട്ടപ്പോഴത്തേക്കും വീഡിയോ ഓഫായി പോയി. സോ അത്ര സെൻസിറ്റീവാണ് എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രം ഇയർഫോൺസിനുണ്ട്. പക്ഷേ ആക്സിഡൻ്റലി നിങ്ങൾ ടച്ച് ചെയ്യാതിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ റിവ്യൂസിനും അൺബോക്സിങ്ങിനും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.